പറയാൻ പറ്റാത്ത പ്രണയം എപ്പിസോഡ് 1. ഇത് എത്ര നേരമായി ഉറങ്ങുന്നു? കുഞ്ഞി എഴുന്നേക്ക്. അമ്മേ കുറച്ചും കൂടി കിടക്കട്ടെ. സൂര്യന് ഉച്ചയിൽ വന്നു. എന്നാലും ഈ പെണ്ണ് എഴുന്നേക്കില്ല. ഈ അമ്മയെ കൊണ്ട് എന്താ പ്രശ്നം? അവൾ ചന്തിക്കിട്ട് ഒരു അടിയും കൊടുത്തിട്ട് എഴുന്നേൽപ്പിച്ചു. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. ഹലോ, ഇതെവിടെ പോകുന്നത്? ഞാൻ പറഞ്ഞോളാം. എൻ്റെ കഥ ഞാനല്ലേ പറയേണ്ടത്. എൻ്റെ പേര് മിത്ര. മഹേന്ദ്രൻ്റെയും അമലയുടെയും രണ്ടാമത്തെ കുട്ടിയാണ്. അപ്പോൾ ആദ്യം ആരാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ചേട്ടൻ അശ്വിൻ. അച്ചു എന്ന് വിളിക്കും. എൻ്റെ ഒരു സാധാരണ കുടുംബമാണ്. അമ്മ വീട്ടു ജോലിക്കാരി, അച്ഛനൊരു ബാങ്ക് മാനേജർ, പിന്നെ ചേട്ടൻ ഒരു പണിയുമില്ലാതെ പണി നോക്കുക. അച്ഛൻ ബാങ്ക് ജോലി ചെയ്തോ എന്ന് പറഞ്ഞാൽ ആള് പറയാ, എനിക്കൊന്നും വേണ്ട, ജോലി ഞാൻ തന്നെ വേറെ കണ്ടുപിടിച്ചോളാം. എന്നാൽ ഇപ്പോൾ എന്തായി? കാണുന്നില്ലേ, ഇവിടെ വിട്ട് വിഴുങ്ങുക. അതേ ചേട്ടാ, ചേട്ടാ പതിയെ തിന്ന്, അല്ലെങ്കിൽ പുട്ട് തൊണ്ടയ്ക്ക് കൊടുക്കും. അത് നീ ഏതാ? അത് മോശമായിപ്പോയി. എന്തിനാ പണി വെറുതെ ഇരിക്കുന്നു? ഞാൻ ഇരുന്ന് വാങ്ങിയതല്ലേ, അടുത്ത് വാങ്ങിയതല്ലേ. ഞാൻ ആരറിയില്ലേ? എൻ്റെ ചേട്ടന്. അമ്മേ, എൻ്റെ ചേട്ടന് ഇന്നലെ ബാത്റൂമിൽ നിന്ന് വീണപ്പോൾ തലക്കടി കൊണ്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ പറഞ്ഞില്ലല്ലേ ചേട്ടൻ വീണ കഥ. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ ബാക്കി കഥ കേൾക്കാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാമോ? നിങ്ങൾ ഇതുപോലത്തെ സൗഹൃദങ്ങളുടെയും ഇതുപോലെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതുപോലത്തെ കഥകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യാമോ? പ്ലീസ് സബ്സ്ക്രൈബ് മീ ആൻഡ് ലൈക്ക് മീ. എപ്പിസോഡുകൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കേട്ടാലോ? എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ഇസ് നൗ സ്റ്റോറി ടെല്ലർ.